ആശുപത്രിയിൽ 4 പേര് നടക്കാൻ കഴിയാതെ ഒരേ കിടപ്പില. ICUവിൽ 3 പേരെ എപ്പോൾ വേണമെങ്കിലും ചാകാം. ഡോക്ടേഴ്സ് അവരുടെ ജീവന് 24 മണിക്കൂറേ പറഞ്ഞിട്ടുള്ളൂ. ആ 3 പേരിൽ ഇന്ദ്രനും ഉൾപ്പെടും. പബ്ലിക്കിന്റെ മുന്നിലിട്ട് റൗഡികൾ നിങ്ങളുടെ ഓട്ടോ അടിച്ച് നാശമാക്കിയപ്പോൾ നിങ്ങൾ ചിരിച്ചോണ്ടേയിരുന്നു. നിങ്ങളുടെ അനിയത്തിയെ നടു റോഡിൽ വെച്ച് ഏതോ ഒരുത്തൻ അപമാനിച്ചുകൊണ്ടിരുന്നപ്പോൾ വളരെ ശാന്തനായി നിങ്ങൾ തിരിച്ചു പോന്നു. ഈ നാട്ടുകാരുടെ എല്ലാം മുമ്പിൽ വെച്ച് പെരുമഴയത്ത് നിങ്ങളെ പോസ്റ്റേൽ കെട്ടിയിട്ട് അടിച്ചപ്പോൾ അടി വാങ്ങാൻ വേണ്ടി ജനിച്ചതുപോലെ അവരുടെ കയ്യിൽ നിന്നും ചുമ്മാ അടി വാങ്ങിച്ചോണ്ടേയിരുന്നു. നിങ്ങൾ അടിച്ച ആൾക്കാർക്ക് ട്രീറ്റ്മെന്റ് കൊടുത്ത ഡോക്ടർ വരണ്ടു നിൽക്കുകയാണ്. ഇത് സാധാരണ ആൾ അടിച്ച അടിയല്ല. നാടി, ഞരമ്പ്, രക്തം ഇവയെല്ലാം കണ്ട അറപ്പ് മാറിയവന് മാത്രമേ ഇതിങ്ങനെ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത്. നിങ്ങൾ അടിച്ചവരിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോയാൽ ഞാൻ തന്നെ നിങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ചേട്ടാ, പറയണം, നിങ്ങൾ ആരാണ്? മുംബൈയിൽ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഈ ജോലിയാണോ നിങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്? അപ്പോ ഇതെല്ലാം വേഷം കെട്ടായിരുന്നു അല്ലേ? ആട്ടിൻ തോലണിഞ്ഞ ചെന്നായായിരുന്നു അല്ലേ? എന്താ ഒന്നും മിണ്ടാത്തത്? അപ്പോ ഞങ്ങളിൽ എന്തോ നിങ്ങൾ മറയ്ക്കുന്നു. അറിയണം, എനിക്കിപ്പോൾ തന്നെ അറിയണം. നിങ്ങൾ ആരാണ്? മുംബൈയിൽ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? പറയാൻ. ശിവ, എന്താ ഇത്? ചോദ്യം ചെയ്യലോ? അവന്റെ ജീവൻ പണയപ്പെടുത്തി നിന്നെയൊക്കെ അവന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുത്തിയതിന് പാരിതോഷം കൊടുക്കുകയാണോ? നിനക്ക് എങ്ങനെ തോന്നി? ഇതുപോലൊരു കുഞ്ഞ് എനിക്കുണ്ടായില്ലല്ലോ എന്നോർത്ത് ഞാൻ ഏങ്ങാത്ത നാളില്ല. ആര് ചെയ്ത് പുണ്യം കൊണ്ടാണോ നിനക്കൊക്കെ ഇതുപോലൊരു തങ്കക്കുടത്തിനെ കിട്ടിയത്? ഒരൊറ്റ സമയം പോലും നിന്നെയൊക്കെ 2 മട മക്കളെന്ന് പറഞ്ഞ് നടത്തിയിട്ടുണ്ടോ? ഈ കുടുംബത്തിന് വേണ്ടി ഇത്രയധികം കഷ്ടപ്പെട്ട ഇവനെ ഒരു കുറ്റവാളിയെ പോലെ നിന്ന് ചോദ്യം ചെയ്തല്ലോടാ. അത്ര വലിയ തെറ്റെന്താണ് ചെയ്തേ? നിന്റെ അനിയത്തിന്റെ മേത്ത് അവളുടെ ദേഹത്തൊരുത്ത് കൈവച്ചാൽ ഞാനാണെ പോലും വെട്ടി അരിഞ്ഞു വീഴ്ത്തി കളയും. അവനാണാണടാ. അവൻ അടിച്ചെന്ന് പറഞ്ഞ എന്താണ് തെറ്റ്? ഇത് കേട്ടോ, നിന്റെ പോലീസുകാരന്റെ പവർ വീടിന്റെ പുറത്ത് വെച്ചിട്ട് അവന്റെ അനിയനായിട്ട് ഇങ്ങോട്ട് വരുന്നെങ്കിൽ മാത്രം വന്നാ മതി. അല്ലെങ്കിൽ അവൻ ഒരൊറ്റ മകനെ ഉള്ളെന്ന് പറഞ്ഞ് ഞാൻ വിചാരിച്ചോളാം. അറിയണം, എനിക്കിപ്പോൾ തന്നെ അറിയണം. നിങ്ങൾ ആരാണ്? മുംബൈയിൽ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? പറയാൻ, 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 പറയാൻ. എനിക്കിപ്പോൾ തന്നെ അറിയണം. നിങ്ങൾ ആരാണ്? മുംബൈയിൽ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? പറയാൻ, പറയാൻ, പറയാൻ. ഭാഷയെ നോക്ക് വീരനായി നടക്കുന്നവൻ പടനടുങ്ങും നേരമിത്. കോട്ടുസൂട്ടുമിട്ട് കൊണ്ട് ചീറ്റപ്പുലി പോലെ പായും, കത്തിയെരിയും അഗ്നി പോലെ ചുട്ടെരിക്കും തീവ്രനോട്ടം. ചോര നീരിൽ വാർത്തെടുത്ത സാമ്രാജ്യത്തിൻ തലവനാണടാ ഇവൻ. കാത്തിരുന്നു പകപോക്കും ധീരനല്ലയോ ഇവൻ. പേര് കേട്ടാൽ വിറച്ചിടുന്നു നാട് മുഴുവനും. തും ആന്റണിക്ക് ആദ്മി ഹേന? ആന്റണിയോ? ആരത്? എനിക്കറിയില്ല. നമ്മുടെ ആള് തന്നെയാ. എവിടെ നോക്കിയാലും തമ്മിലുള്ള അടിയാ നമ്മുടെ നാട്ടിലെല്ലാം. അന്യനാട്ടിലെങ്കിലും നമുക്ക് ഒന്നായി കഴിയാം. ഇന്ന് രാവിലെ നീ അന്തേരി ഏരിയയിൽ എന്താ ചെയ്തോണ്ടിരുന്നത്? ക്ഷേത്രത്തിൽ വന്നായിരുന്നു. എപ്പോഴും നീ അമ്പലത്തിൽ വരുവോ? എല്ലാ ആഴ്ചയും ഞാൻ വരും. ഏതമ്പലത്തിൽ? ഗണപതി ക്ഷേത്രത്തിൽ. കഴിഞ്ഞ ആഴ്ച നീ വന്നോ? വന്നു. ഞാൻ നിന്നെ കണ്ടില്ലല്ലോ. അതാ വന്നെന്ന് പറഞ്ഞത്. നീ വന്നില്ല. വന്നു. നീ വന്നില്ല. വന്നു. നിന്റെ പേരെന്താ? ആൽബർട്ട്. ഇപ്പൊ കുറച്ചു നാളായിട്ട് ചർച്ചയെല്ലാം മൂടി വെച്ചിരിക്കുവല്ലേ? ആൽബർട്ട് എന്താ ക്ഷേത്രത്തിൽ വരാൻ പാടില്ലേ? വന്നോടാ. നീ വന്നപ്പോ കൂടെ കൊണ്ടുവന്നില്ല ആ നീല സഞ്ചി? നീ പോയപ്പോൾ അത് എവിടെ വെച്ചു? ഞാൻ കൊണ്ടുവന്നില്ല.
നീ ആരുടെ മുന്നിലിരുന്നാ സംസാരിക്കുന്നറിയാവോ? ഭാഷയുടെ മുന്നിലാടാ. നീ സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ ശവം ഇവിടുന്ന് പുറത്തു പോകും. ദേ നോക്ക്, ഞാൻ ആന്റണിയുടെ ആളാണെന്ന് തിരിച്ചറിഞ്ഞില്ലേ? എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആന്റണി എന്താ ചെയ്യാൻ പോന്നറിയാമോ? ഈ ഭാഷയുടെ അടുത്ത് ആന്റണിയെ പറ്റി പറയില്ലേ? നിന്നെക്കൊണ്ട് എങ്ങനെ സത്യം പറയിപ്പിക്കണമെന്ന് ഈ ഭാഷയ്ക്കറിയാം. എനിക്ക് പണിയുണ്ടാക്കല്ലേ, നീ തുറന്നു പറ. അറിയാലോ ഈ ഭാഷ. ഞാനൊരു വാക്ക് പറഞ്ഞാൽ അത് 100 വാക്കിന് സമമായിരിക്കും. പറ പറ, നീ എന്തിനെന്തെങ്കിലും വന്നേ? സഞ്ചിയിലെന്താ ഉണ്ടായിരുന്നേ? പറ, പറയടാ. അറിയില്ല. അറിയില്ല? അറിയില്ല. അറിയില്ലല്ലേ? പറയാം. പറ. ഗണപതി ക്ഷേത്രത്തില് ബോംബ് വയ്ക്കാൻ വന്നതാ. എവിടെ വെച്ചിരിക്കുന്നേ? വിഗ്രഹത്തിന് പുറയില്. എപ്പോ പൊട്ടും? 10 മണിക്ക്. ഇനി 10 മിനിറ്റ് കൂടെ ഉള്ളൂ. സാർ, നമ്മൾ ഗണപതി ക്ഷേത്രത്തിൽ വെച്ച ബോംബ് ഭാഷ എടുത്തിരിക്കുന്നു. Bad news. ആന്റണി, മാർക്ക് ആന്റണി. ഭാഷയുടെ വീട്ടിൽ നിന്ന് കൃഷ്ണമൂർത്തി ഭാഷാബായിക്ക് നിങ്ങളെ കാണണമെന്ന് പറയുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ്. എവിടെ വരണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. പറയാം. ഗുഡ് ന്യൂസ്. രാമചന്ദ്ര സാർ, നിന്റെ മകനെ കാണുന്നില്ലല്ലോ. പേടിച്ചിട്ടാണോ? അവൻ പേടിച്ച് ഞാനിതുവരെ കണ്ടിട്ടേയില്ല. പിന്നെന്താ വരാത്തത്? അവനെത്തും. അവൻ പറയില്ല, പറഞ്ഞാ ചെയ്തിരിക്കും. അവനെത്തി.
എന്താ മാണിക്, സുഖമാണോ? ഭാഷ, മാണിക് ഭാഷ. ആ യെസ്, മാണിക് ഭാഷ. എന്താ കാര്യം? എന്നോടെന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞല്ലോ. സഹായം എന്തെങ്കിലും പറഞ്ഞോളൂ, എന്തു വേണമെങ്കിലും ചെയ്യാം. നീ നമ്മുടെ രാമചന്ദ്രന്റെ മകനായി പോയില്ലേ, പറഞ്ഞോളൂ. നോക്ക്, നീ ഞാനും തമ്മിലാണ് പ്രശ്നം. ഈ ഭാഷയും മാനണിയും തമ്മിലാണ് യുദ്ധം. ഇതിൽ നീ ചാകണം, അല്ലെങ്കിൽ ഞാൻ ചാകണം. നിന്റെ ആളുകൾ ചാകണം, അല്ലെങ്കിൽ എൻ്റെ ആളുകൾ ചാകണം. പൊതുജനങ്ങളല്ല, അന്യന്മാരുമല്ല. ഇപ്പൊ മനസ്സിലായി കഴിഞ്ഞു. ഒന്നിനും കൊള്ളാത്തവൻ അങ്ങനെയുള്ളവനോട് പ്രതികാരം ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. ഈ ഭാഷയ്ക്ക്, മാണിക് ഭാഷയ്ക്ക് ഇഷ്ടമല്ല. തീർത്തേക്കാം, തീർത്തേക്കാം. എണ്ണി 7 ദിവസങ്ങൾക്കുള്ളിൽ നിന്റെ കഥ കഴിക്കും ഞാൻ. നീ ആരോട് എന്താ പറയുന്നറിയാവോ? എനിക്കറിയാച്ച, ഒരു അയോഗ്യനോട് ഉള്ള കാര്യം പറഞ്ഞതാ. ആ ആ ആ ആ, അവൻ ശിശുവല്ലേ മോനെ. മാണിക് ഭാഷ, നീ ഈ തൊഴിൽ പുതിയതാണ്, കൊച്ചുകുട്ടി. എന്താ പറഞ്ഞേ? 7 ദിവസം കൊണ്ട് എന്നെ തീർക്കുമെന്നോ? എണ്ണി 7 സെക്കൻഡിനുള്ളിൽ നിന്നെ ഞാൻ തീർക്കും. മനസ്സിലായില്ലേ? ഒന്ന് അങ്ങോട്ട് നോക്ക്. ഒന്നങ്ങോട്ടും നോക്ക് കണ്ണ. ഭാഷ, മാണിക് ഭാഷ. ഒന്ന് പറയാം, ശ്രദ്ധിച്ചു കേട്ടോളൂ. നല്ലവരെ ദൈവം പരീക്ഷിക്കും, കൈവിടില്ല. ദുഷ്ടന് ദൈവം വാരി കോരി കൊടുക്കും, എന്നാൽ തിരിച്ചെടുക്കുകയും ചെയ്യും. രാമചന്ദ്ര, അന്ന് തന്നെ നിന്റെ മകനെ ഞാൻ തീർത്തിരുന്നെങ്കിൽ ഇന്ന് ഈ ആന്റണിയുടെ മുമ്പിൽ നിന്ന് ഒരുത്തന്നെ സംസാരിക്കില്ലായിരുന്നു. അപ്പൊ സ്നേഹം കൊണ്ട് തടഞ്ഞു നിർത്തിയല്ലേ? ഇപ്പൊ ആ സ്നേഹം നമുക്ക് കൊലക്കയറായി മാറി. അരിഞ്ഞുകളയെ, മനസ്സിലായോ? സാർ പ്ലീസ്, പ്ലീസ് സാർ, വേണ്ട വേണ്ട സാർ, വേണ്ട. എനിക്ക് ഒരേ ഒരു അവസരം എന്താ സാർ, ഞാൻ അവനോട് സംസാരിക്കാം. പ്ലീസ് പ്ലീസ് സാർ. ശരി പോ, പക്ഷേ ഇതാണ് നിനക്കുള്ള അവസാനത്തെ താക്കീത്. ശരി, പറഞ്ഞേക്കാം. ശരി, ഓ ഓ. നമ്മുടെ മകനെ കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അവൻ എന്താണ് ശരിയെന്ന് തോന്നുന്നത് മാത്രമേ ചെയ്യൂ. അവൻ തെറ്റിയത് ഇതുവരെ നമ്മളാരും കണ്ടിട്ടില്ല. നിങ്ങൾ ആന്റണിയുടെ കൂടെ ജോലി ചെയ്യുന്നത് അവന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഈ കാര്യം അവന്റെ അനിയനും അനിയത്തിമാരും മനസ്സിലാക്കണ്ടെന്ന് കരുതിയല്ലേ അവരെ പുറത്തുള്ള ഹോസ്റ്റലിൽ നിർത്തി അവന്റെ ചെലവിൽ തന്നെ പഠിപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് മാണിക്ക് ആന്റണിയുമായി പോരാടുന്നെന്നുള്ള കാര്യം നിങ്ങൾക്ക് നന്നായി അറിയാം. ആ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ പോലും അങ്ങനെയാണ് ചെയ്യാറ്. നമ്മുടെ മകൻ ഭാഷയായി മാറിയതിനു ശേഷം അവനോട് ഈ വീട്ടിലേക്ക് വരരുതെന്ന് പോലും പറഞ്ഞു. അവൻ എന്തൊരു വേദനയായിരിക്കും. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. നാളെ അവൻ വീട്ടിൽ കാണുമല്ലോ അല്ലേ? നാളെ വെള്ളിയാഴ്ചയാണ്. ആദ്യം അൻവറിന്റെ സമാധിക്ക് പോയിട്ടേ അവൻ വീട്ടിലേക്ക് വരികയുള്ളൂ.